ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരായുള്ള രണ്ടാമത്തെ T20യിൽ സഞ്ജു സാംസണിന് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന് കഴുത്തുവേദനയായതുകൊണ്ടാണ് സഞ്ജുവിനെ പകരം പ്ലേയിങ് 11ലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതും. എന്തായാലും അതുകൊണ്ട് തന്നെ ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളമായിരുന്നു. കാരണം സഞ്ജു ഇറങ്ങുന്നത് ഓപ്പണർ റോളിലാണ്. തീർച്ചയായിട്ടും അവസാനം വരെ ക്രീസിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മികച്ച അവസരം. പക്ഷേ വീണ് കിട്ടിയ ഒരു അവസരം കൃത്യമായിട്ട് മുതലെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത്. മഹേഷ് തീക്ഷ്ണയുടെ പന്തിൽ സഞ്ജു സാംസൺ ക്ലീൻ ബൗൾഡായി ഔട്ടായി പോവുകയായിരുന്നു. നിരാശപ്പെടുത്തിയതോടുകൂടെ സഞ്ജു സാംസണിനെ ഇനി അടുത്ത T20യിലൊന്നും കളിപ്പിക്കരുതെന്നുള്ള അഭിപ്രായങ്ങൾ പോലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നതെന്ന് അറിയില്ല. കാരണം നമുക്കറിയാം സഞ്ജുവിന് അത്രത്തോളം ഫാൻസ് ഉണ്ട്. പക്ഷേ ഒരു കളി അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വിമർശിക്കാനും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഇത് ക്രിക്കറ്റാണ്. എത്ര ആളുകൾ എത്ര ലെജൻസുകൾ ഇങ്ങനെ ഔട്ടായി പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും പലരും കാണാതെ പോകുന്നു. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ കാര്യം മാത്രം വരുമ്പോൾ എല്ലാ കളിയിലും ഇപ്പോൾ 50ഉം 100ഉം ഒക്കെ അടിച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്താനൊന്നും ആർക്കും കഴിയില്ല. അതെല്ലാവരും ഒന്ന് ഓർത്താൽ നന്ന് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു ചെറിയ കണക്കൊന്ന് പറയട്ടെ. 9 വർഷമായി സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തിയിട്ട് കളിക്കാൻ അവസരം ലഭിച്ചത് വെറും 29 T20 മത്സരങ്ങൾ മാത്രമാണ്. ഇതിൽ തുടരവസരങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഋഷഭ് പന്തൊക്കെ ഒരുപാട് T20 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, നിലവിൽ ഇന്ത്യയെ നയിക്കുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോലും ഇത്തരത്തിലുള്ള ഒരു ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയൊരു താരമാണ്. പക്ഷേ സഞ്ജു സാംസൺ ഒരു കളിയിൽ ഒരൊറ്റ മത്സരത്തിൽ ഫ്ലോപ്പായി പോയാൽ അതിനെ മാത്രം എടുത്തു കാണിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 9 വർഷങ്ങളിലായി സഞ്ജു സാംസൺ ആകെ കളിച്ചത് 29 T20 മത്സരങ്ങൾ മാത്രമാണ്. ഇവിടെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി എത്രത്തോളം അവസരങ്ങളാണ് സഞ്ജുവിന് ലഭിക്കുന്നത് എന്നുള്ളത്. വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കാറുള്ളൂ. അതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യൻ ടീം കൊടുക്കുകയാണെങ്കിൽ, BCCI സഞ്ജുവിനെ കൺസിസ്റ്റന്റ് ആയിട്ടൊന്ന് ഇറക്കുകയാണെങ്കിൽ ഒരു 5-6 മത്സരങ്ങളിലും അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ടാലന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എന്തായാലും നാളെയാണ് ഇന്ത്യ അവസാനത്തെ T20 മത്സരം കളിക്കാൻ പോകുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ആ ഒരു പരമ്പര തൂത്തുവാരാൻ വേണ്ടി തന്നെയാണ് നാളെ ഇന്ത്യ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ODI മത്സരങ്ങൾ തൊട്ടടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ODIയിൽ കളിക്കാൻ പോകുന്ന താരങ്ങൾക്ക് വിശ്രമം നൽകാനുള്ള വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. നാളെയും സഞ്ജു സാംസൺ കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ സഞ്ജു സാംസണിനെ പൊളിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.